ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ IT ട്രെയിനിങ്ങിൻ്റെ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിബർ ഓഫീസ് റൈറ്ററിൽ നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് റൈറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ ടേബിൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെനു ബാറിൽ ടേബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ടേബിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ തുറന്നു വരും. അതിൽ ഇൻസേർട്ട് ടേബിൾ, ടേബിളിൽ ഇൻസേർട്ട് ടേബിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ തുറന്നു വരും. ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഇവിടെ തുറന്നു വരും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടേബിളിന് നെയിം കൊടുക്കാം. ഇവിടെ ടേബിൾ 1 കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോളംസ്, എത്ര കോളമാണ് നമുക്ക് വേണ്ടത്? അപ്പോൾ അതിൽ ഒരു 3 കോളം കൊടുത്തു. അതുപോലെ തന്നെ റോ എത്ര വേണം, എത്ര റോ വേണം വെച്ചാൽ അവിടെ നമുക്ക് കൊടുക്കാം. 5 റോ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റൈല്, ടേബിളിൻ്റെ സ്റ്റൈൽ നമുക്ക് ആവശ്യാനുസരണം മാറ്റാനായിട്ട് പറ്റും. ഇവിടെ ഡിഫോൾട്ട് സ്റ്റൈലാണ് കിടക്കുന്നത്. നമ്മൾ ജനറലായിട്ട് നമ്മൾ കോളംസ് എത്ര വേണം, എത്ര റോസ് വേണമെന്ന് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് ഇൻസേർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ വന്നു. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ കോളം ആഡ് ചെയ്തത് അധികമായി പോയെങ്കിൽ നമുക്ക് ഇതിൽ ഒരു കോളം വേണ്ട, ഈ കോളം നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോളത്തിൻ്റെ അവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിലീറ്റ് ഓപ്ഷൻ കാണാം. ഡിലീറ്റ് ഓപ്ഷനിൽ നമുക്ക് കോളമാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ കോളം ഡിലീറ്റായി, ഒരു കോളം അവിടെ ഡിലീറ്റായി. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു റോ, അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ റോ വേണ്ട. ആ വേണ്ടെങ്കിൽ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷനിൽ പോയിട്ട് റോ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ ഡിലീറ്റ് ആയി. ഡിലീറ്റ് എന്ന വളരെ സിമ്പിളാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, എന്താ പറയുക, ഇതിപ്പം 2 കോളുണ്ട്. ഈ നമുക്ക് ഒറ്റ കോളാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണിച്ച് ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, ഡിലീറ്റ് ഓപ്ഷനിൽ പോവാം, കോളംസിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതും ഡിലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ ഏറ്റവും അടിയിലത്തെ മുകളിലത്തെ നമുക്ക് ഈ റോ വേണ്ട. ഈ റോ വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷനിൽ പോയിട്ട് റോ ക്ലിക്ക് ചെയ്താൽ അതും ഡിലീറ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും എന്താ പറയുക, ഇത് 2 കോളാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൗസ് പോയിന്റർ ഇവിടെ വെക്കുക, എവിടെയാണ് വേണ്ടതെങ്കിൽ അവിടെ വെക്കുക. എന്നിട്ട് കോളമാണ് നമുക്ക് ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇൻസേർട്ട് എന്നാണ് കോളം ലെഫ്റ്റ് കാണുന്നുണ്ട്, കോളം റൈറ്റ് കാണും. നമുക്ക് കോളം റൈറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ കോളം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളം വന്നു. ഇനി നമുക്ക് ഒരു റോയ് കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മൗസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് പോയിട്ട് റോ എബോ, റോ ബിലോ ഒരു 2 ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ 2 ഓപ്ഷൻ കാണാം. ഇൻസേർട്ട് റോ എബോ എന്ന് പറഞ്ഞാൽ മുകളിൽ കോളം വരും, റോ ബിലോ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് റോ ബിലോ എന്ന് പറഞ്ഞാൽ അടിയിൽ വരും. അപ്പം ഈ കോളം ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്താണ്. ഇൻസേർട്ട് കോളം ലെഫ്റ്റ് ആണ്, കോളം ലെഫ്റ്റ്, കോളം റൈറ്റ് ആണെങ്കിൽ റൈറ്റ് വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. ടൈപ്പിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആവശ്യാനുസരണം ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് വളരെ ചെറിയൊരു കാര്യമാണ്. അതായത് ഒരു ടേബിൾ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ ആ ടേബിളിൽ
മാറ്റം വരുത്താനും എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് എപ്പോഴും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്ക് ടേബിൾ എങ്ങനെ ഉൾപ്പെടുത്താം. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ അത് ഉൾപ്പെടുത്താം. നമ്പർ കൊടുക്കാം, ജില്ലയുടെ പേരും ക്രമമായി നമുക്ക് ഇതിൻ്റെ അത് പട്ടികപ്പെടുത്താനായിട്ട് പറ്റും. നമ്മളുടെ ആവശ്യാനുസരണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യണം, PDF രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഇവിടെ ഒരു എക്സ്പോർട്ട് ആസ് PDF പോയി കഴിഞ്ഞാൽ ഇത് PDF രൂപത്തിലേക്കായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളിപ്പം എല്ലാവരും ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് വെക്കണം. ടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. നമുക്ക് കൂടുതൽ റോസ് വേണോ, കൂടുതൽ കോളംസ് വേണോ, നമ്മളുടെ ആവശ്യാനുസരണം നമുക്കത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് സേവ് ചെയ്യാം. ഫയൽ പോവാം, സേവ്. ഫയൽ പോയിട്ട് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് കാണാം. അപ്പോൾ നമുക്ക് ടേബിൾ എന്ന് കൊടുക്കാം. ടേബിൾ കൊടുത്തു, നെയിം കൊടുത്തു. അപ്പോൾ എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്? നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ഇത് കിടക്കുന്നത്, IT ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സേവായി. ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ PDF ആക്കി മാറ്റണമെങ്കിലും ഇവിടെ പോയിട്ട് എക്സ്പോർട്ട് ആസ് PDF, ഫയല് എക്സ്പോർട്ട് ആസ് PDF അത് കൊടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ അതിനൊരു ഷോർട്ട് കട്ട് ഇവിടെ ഉണ്ട്, എക്സ്പോർട്ട് ആസ് PDF. അപ്പോൾ നമുക്ക് വന്ന് ചെയ്ത് ടേബിൾ ഇവിടെ കിടക്കുന്നുണ്ട്. IT ട്രെയിനിങ്ങിൽ തന്നെ അത് PDF ആയിട്ടും സേവ് ആവും. അതേപോലെ തന്നെ ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴി കൂടി ഉണ്ട്. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് കാണാം, ഇൻസേർട്ട് ടേബിൾ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് എത്ര കോളം വേണോ, എത്ര റോ വേണോ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു IT കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ ക്ലാസ് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.